ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഉത്തരസൂചികയാണ്. അപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ലഭ്യമാണ്. അതേപോലെ തന്നെ 2024 മാർച്ച് നടന്ന എക്സാമിൻ്റെ ഉത്തരസൂചികകളും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിലുണ്ട്. അത് ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്താൽ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നലെ അടിസ്ഥാന ശാസ്ത്രം ആയിരുന്നു എക്സാം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, 8 പ്രവർത്തനങ്ങളും ശരിയായി എഴുതാൻ കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലും സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. പ്രകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമായ ഘടകങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പം പ്രകാശ സംരക്ഷണം എന്ന പ്രോസസ്സ് എന്ന പ്രക്രിയ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം തന്നിട്ടുണ്ട്. ഇനി 1, 2, 3, 4 കോളങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: മറ്റ് ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് എഴുതുക. അപ്പോൾ ആദ്യത്തെ ഘടകം എന്താണ്? ആദ്യത്തെ ഘടകം അന്നജമാണ്. അന്നജം. പിന്നെ രണ്ടാമത്തേത് ജലം, മൂന്നാമത്തേത് കാർബൺ ഡൈ ഓക്സൈഡ്, നാലാമത്തേത് ഓക്സിജൻ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബി. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു മൂലകം ലഭ്യമാകാത്തത് കൊണ്ടാണ് വീനസ് ഫ്ലൈട്രാപ്പ്, പിച്ച ചെടി എന്നിവ ജീവികളെ പിടിക്കുന്നത്. ഇത്തരം സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? എന്താണ്? ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ. ഇനി സി ക്വസ്റ്റ്യൻ ആണ്: ഇവ വളരുന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്ത്? ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ കുറവാണ്, പിന്നെ അസിഡിറ്റി കൂടുതലാണ്. അപ്പോൾ 2 പ്രത്യേകതകൾ എഴുതിയാൽ മതി. 2 മാർക്കാണ്. അസിഡിറ്റി കൂടുതലാണ്, നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ കുറവാണ്. ഇത് മൊത്തം ശരിയായ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുക. ആദ്യത്തെ ആ ഒരു കോളം പൂരിപ്പിക്കുന്നതിന് 2 മാർക്ക്, അതായത് ഓരോ നിങ്ങൾ കോളത്തിൽ എഴുതുന്നതിന് 1/2 മാർക്ക് വീതമാണ്. 4ഉം നല്ലവണ്ണം ശരിയായ രീതിയിൽ നിങ്ങൾ പൂരിപ്പിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. പിന്നെ ബി ക്വസ്റ്റ്യന് 1 മാർക്കാണ്. അതേപോലെ തന്നെ സി ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ 2 പ്രത്യേകതകൾ എഴുതണം. ഈ മണ്ണിൻ്റെ പ്രത്യേകതകൾ: 1 അസിഡിറ്റി കൂടുതലാണ്, രണ്ടാമത്തേത് നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ കുറവാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പ്രവർത്തനം 2 എന്താണ്? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ് ആഗോള താപനത്തിന് പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്ന 2 സാഹചര്യങ്ങൾ എഴുതുക. രണ്ടാമത്തെ ചോദ്യം: വായു മലിനീകരണം മനുഷ്യൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? 2 സന്ദർഭങ്ങൾ എഴുതുക. മൂന്നാമത്തെ ചോദ്യം: ഏത് വാതകമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്ന 2 സാഹചര്യങ്ങൾ. ഇത് നമ്മൾ യൂണിറ്റ് 6ലെ ഒരു ചോദ്യമാണ്. നിർമ്മലമായ പ്രകൃതിക്കായി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് കൂടുന്നതിന് കാരണം എന്താണ്? ഒന്നാമത്തേത് വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ. ഒന്നാമത്തേത് എന്താണ്? വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ. രണ്ടാമത്തേത് വാഹനങ്ങളിൽ നിന്നുള്ള പുക അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നുള്ള പുക. ഓക്കെ, ഇത് 2 എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. ഇനി രണ്ടാമത്തെ ബി ചോദ്യം നോക്കാം. വായു മലിനീകരണം മനുഷ്യൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 2 സന്ദർഭങ്ങൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്: 1 അമ്ലമഴ, രണ്ടാമത്തേത് ആഗോള താപനം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഏത് വാതകമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? നൈട്രജൻ്റെ ഓക്സൈഡുകൾ. ഇത് 3 കൃത്യമായി എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് വീതമാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് 2 മാർക്ക്, രണ്ടാമത്തെ ബി ചോദ്യത്തിന് 2 മാർക്ക്, സി ചോദ്യത്തിന് 1 മാർക്ക്. മാർക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് പല കൂട്ടുകാരെ എത്ര മാർക്കാണ് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കുക. ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിൽ കാണുന്ന കാർഷിക മേഖലയെ പരസ്പര ബന്ധം കണ്ടെത്തി എഴുതുക. അപ്പോൾ നമ്മൾ ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അവിടെ ഒരു ഭാഗത്ത് കൃഷിയുണ്ട്, ഒരു ഭാഗത്ത് പശുവിനെ വളർത്തുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ഒരു കുളമുണ്ട്, അതിൽ മീനുകളുണ്ട്, അതേപോലെ തന്നെ ഒരു താറാവിൻ്റെ കൂടും അവിടെ കാണുന്നുണ്ട്. ഇതെന്താണ്? ഇത് സംയോജിത കൃഷിയുടെ ഒരു ഭാഗമായിട്ടാണ്. ഇത് നമുക്ക് ഒന്നിൽ നിന്നുള്ള ഉപോൽപ്പന്നങ്ങൾ മറ്റൊന്നിന്
പശുവിൻ്റെ ചാണകം കൃഷിക്കായി ഉപയോഗിക്കുന്നു, അവിടെ നിന്ന് പുല്ല് ലഭിക്കുന്നു, അത് പശു തിന്നുന്നു. അങ്ങനെ ഇതൊരു സംയോജിത കൃഷിയുടെ ഭാഗമായിട്ടാണ്. അപ്പം നിങ്ങൾ ആ പരസ്പരം കണ്ടെത്തി വിശദമായിട്ട് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ കൃഷി രീതിയുടെ പേരെന്ത്? എന്താണ്? സംയോജിത കൃഷി. ഇനി ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക. വീട്ടിലെയും കൃഷിസ്ഥലത്തെയും ജൈവാവശിഷ്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്തെല്ലാം, കൃഷിഭൂമി പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ഇനി അടുത്ത ചോദ്യം, പ്രവർത്തനം 4. ശാസ്ത്ര ക്ലബ്ബിൽ വായുമർദ്ദവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ചെയ്ത ചില പരീക്ഷണങ്ങളും അവയുടെ നിരീക്ഷണ ഫലവും താഴെ കൊടുക്കുന്നു. കാരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. പ്രവർത്തനം 1 എന്താണ്? കുപ്പിക്കുള്ളിലേക്ക് കടലാസ് പന്ത് ഊതിക്കയറ്റാമോ? അതിൽ നിന്ന് മനസ്സിലായ നിരീക്ഷണം എന്താണ്? അങ്ങനെ കടലാസ് പന്ത് ഊതിക്കയറ്റാൻ കഴിയില്ല. പേപ്പർ പന്ത് പുറത്തേക്ക് തെറിക്കുന്നു. അതിന് കാരണം എന്താണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ്? കുപ്പിയുടെ വായുഭാഗത്ത് ഊതുമ്പോൾ വായു ചലിക്കുന്നു. എന്താ ചെയ്യുന്നു? വായു ചലിക്കുന്നു, മർദ്ദം കുറയുന്നു. എന്താണ്? വായു ചലിക്കുന്നു, മർദ്ദം കുറയുന്നു എന്നാണ് ഒന്നാമത്തെ ഉത്തരമായി എഴുതേണ്ടത്. രണ്ടാമത്തേത്, ഫണലിലൂടെ ഊതി മെഴുകുതിരി അണയ്ക്കാമോ? അപ്പോൾ നിരീക്ഷിക്കുന്ന എന്താണ്? മെഴുകുതിരി ജ്വാല അണയുന്നില്ല, ജ്വാല ഫണലിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഇതിന് കാരണം എന്താണ്? രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? വായു വേഗത്തിൽ ചലിക്കുന്നു, അതുകൊണ്ട് തന്നെ മർദ്ദം കുറയുന്നു, മെഴുകുതിരി ജ്വാല ഫണലിലേക്ക് അടുക്കുന്നു. ഇനി ബി ചോദ്യം ഇതാണ്, ഇതിന് പിന്നിലെ ശാസ്ത്രതത്വം എന്താണ്? ബെർണോളിയുടെ തത്വമാണ് ഇതിന് പിന്നിലെ ശാസ്ത്രതത്വം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു ചിത്രമുണ്ട്, ചിത്രം നിരീക്ഷിക്കൂ. എന്താണ് നാം ഇവിടെ കാണുന്നത്? ജലത്തിൻ്റെ ഒരു കുപ്പി കാണുന്നുണ്ട്. ഈ കുപ്പിയിൽ നിന്നും ശക്തിയോടും അകലത്തിലും വെള്ളം പുറത്തേക്ക് വീഴണമെങ്കിൽ പരീക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ത്? കാരണം വിശദമാക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ്, അതായത് കുപ്പിയുടെ മധ്യഭാഗത്തായിട്ടാണ് സുഷിരമുള്ളത് അല്ലേ. ഇനി നമ്മൾ ഇത് കുറച്ച് ശക്തിയോടും അകലത്തിലും വെള്ളം പുറത്തേക്ക് ചാടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുപ്പിയുടെ അടിഭാഗത്ത് സൈഡിൽ സുഷിരമിടണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 3 ബോട്ടിൽ അടുക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ ഭാഗത്തു നിന്ന് സുഷിരമിട്ട് വെള്ളം ചാടുന്ന ഒരു ചിത്രം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ട്. അതേ ചോദ്യമാണ്. അപ്പോൾ കുപ്പിയുടെ അടിഭാഗത്ത് സൈഡിൽ സുഷിരമിടണം. അപ്പോൾ ഇതിൻ്റെ തത്വം എന്താണ്? ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം വർദ്ധിക്കുന്നു. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ഇനി അടുത്ത പ്രവർത്തനം 5 ആണ്. പ്രവർത്തനം 5, മനുഷ്യനിലെ ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? നാസാദ്വാരം, ശ്വസനി, ശ്വാസകോശം, ശ്വാസനാളം. ആദ്യത്തെ ചോദ്യം ഇതാണ്, മനുഷ്യനിലെ ശ്വസന പ്രക്രിയയിൽ വായുവിൻ്റെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരുന്നത്? നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. എങ്ങനെയാണ്? നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. ഇനി ബി ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിക്കുക. ഉച്ഛ്വാസവായു ഓക്സിജൻ അളവ് 21%, നിശ്വാസവായു ഓക്സിജൻ 15%. അതായത് ഉച്ഛ്വാസവായു 21% ഓക്സിജൻ പിന്നെ നിശ്വാസവായു ആകുമ്പോൾ 15% മാറുന്നു, കുറയാണ്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, പക്ഷെ 4% അളവ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ അളവിൽ വ്യത്യാസമുണ്ടാവാൻ കാരണം എന്ത്? വിശദമാക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? കോശങ്ങളിലെ ഊർജ്ജോൽപാദനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതും കോശങ്ങളിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതും ശ്വസനത്തിലൂടെ ആയതിനാൽ, അതായത് കോശങ്ങളുടെ ഊർജ്ജോൽപാദനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നത് എന്താണ്? ശ്വസനത്തിലൂടെയാണ്. അപ്പോൾ 21% ഓക്സിജൻ 15% മാറുന്നത് എന്താണ്? ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ട്, കോശങ്ങളുടെ ഊർജ്ജോൽപാദനത്തിന് വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നു. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അപ്പോൾ കോശങ്ങളിൽ നിന്നാണ് ഈ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്, അതും പുറന്തള്ളുന്നത് ശ്വസനത്തിലൂടെയാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം, സി ചോദ്യം നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനത്തിൽ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? ചുവന്ന രക്താണു. എന്താണ്? ചുവന്ന രക്താണു. ഇനി നമുക്ക് പ്രവർത്തനം 6 നോക്കാം. ഒരു ചിത്രം കണ്ടല്ലോ.
ഇപ്പോൾ ഇങ്ങനത്തെ വിളക്കൊന്നും വീട്ടുകളിൽ കാണില്ല. ചിമ്മിനി വിളക്കാണല്ലേ, പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചിമ്മിനി വിളക്കിൻ്റെ ചിത്രമാണ്. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തുറന്ന ഭാഗമുണ്ട്, അതേപോലെ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് സുഷിരങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കത്തുന്ന വിളക്കിൻ്റെ മുകൾ ഭാഗത്ത് കൈ പിടിക്കുമ്പോൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? അപ്പോൾ എന്താണ് കാരണം? ഗ്ലാസ്സിനകത്ത് വായു ചൂട് പിടിക്കുകയാണ്. വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് കൈപിടിക്കുമ്പോൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. ബി ക്വസ്റ്റ്യൻ ഇതാണ്. വിളക്കിൻ്റെ താഴെ ഭാഗത്തുള്ള സുഷിരങ്ങൾ അടച്ചു പിടിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ നിഗമനം എഴുതുക. എന്താണ് സംഭവിക്കുക? കത്തുന്നതിനാവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നില്ല. അപ്പോൾ തീ അണയാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് സി ക്വസ്റ്റ്യനാണ്. മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന താപപ്രേഷണ രീതിക്ക് പറയുന്ന പേരെന്താണ്? ഈ രീതിയിലുള്ള താപപ്രേഷണ രീതിക്ക് പറയുന്ന പേരാണ് സംവഹനം. എന്താണ്? സംവഹനം. ഇനി അടുത്ത പ്രവർത്തനം 7 നമുക്ക് നോക്കാം. 2 കോളം തന്നിട്ടുണ്ടല്ലോ. ശ്വസന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അവയവങ്ങളും അവയുടെ പ്രത്യേകതകളും പട്ടികപ്പെടുത്തിയിരിക്കുന്നു. വിട്ടുപോയവ പൂരിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ആദ്യത്തെ അവയവം എന്താണെന്ന് തന്നിട്ടില്ല, പക്ഷേ അവയവത്തിൻ്റെ പ്രത്യേകത തന്നിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ അവയവം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഔരസാശയത്തിലെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളി, ഇത് ഏത് അവയവമാണ്? ഡയഫ്രം ആണ്. ഓക്കെ, ആദ്യത്തേത് ഡയഫ്രം. രണ്ടാമത്തേത് പെരിക്കാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, അത് ഹൃദയമാണ്. മൂന്നാമത്തേത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നു, സിരകൾ. നാലാമത്തേത് രക്തലോമികകൾ. രക്തലോമികളുടെ പ്രത്യേകത എന്താണ്? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളെയാണ് നമ്മൾ രക്തലോമികകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബി ചോദ്യം ഇതാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവിൻ്റെ പേരെന്ത്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവിൻ്റെ പേരെന്ത്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിനാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മുറിവേറ്റ് രക്തസ്രാവമുള്ള ഒരാളിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തി പിടിക്കുക. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 8 ഒരു പട്ടിക കണ്ടല്ലോ. ഭക്ഷ്യവസ്തുവിൽ ചേർക്കുന്ന മായവും അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പട്ടികയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പൂർത്തിയാക്കാനാണ്. ഭക്ഷ്യവസ്തു പരിപ്പാണ്. പരിപ്പിൽ ചേർക്കുന്ന മായം ഏതാണ്? കേസരി പരിപ്പാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? നാഡീസ്തംഭനമാണ്. അതേപോലെ തേയിലയിൽ മായമായി ഉപയോഗിക്കുന്നത് കൃത്രിമ ചായമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഉദര സംബന്ധമായ രോഗമാണ്. ഇനി അടുത്തത് മുളകുപൊടിയിൽ മായമായി ചേർക്കുന്നത് ഇഷ്ടിക പൊടിയാണ്. ഇതുകൊണ്ടുള്ള നമുക്കുള്ള പ്രശ്നം എന്താണ്? ഉദര കരൾ സംബന്ധമായ രോഗം. ഇനി അടുത്തതാണ് ബി ചോദ്യം. ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ കൊടുത്തിരിക്കുന്ന ചില അടയാളങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ തവിട്ട് നിറമാണ്, രണ്ടാമത്തെ ചിത്രത്തിൽ പച്ച നിറമാണ്. അപ്പോൾ ഇവ ഏത് തരം ഭക്ഷ്യവസ്തുക്കളെ സൂചിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തവിട്ട് നിറത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മാംസാഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സസ്യാഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 9. താപീയ വികാസവുമായി ബന്ധപ്പെട്ട ചിത്രം നിരീക്ഷിക്കാനാണ്. ഇവിടെ നോക്കൂ, ഭൂമധ്യരേഖ പ്രദേശത്ത് സൂര്യരശ്മി ലംബമായി പതിക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ചിത്രവും പ്രസ്താവനയും പരിശോധിച്ച് എന്തുകൊണ്ടാണ് തെക്ക് നിന്നും വടക്ക് നിന്നും ഭൂമധ്യരേഖത്തെ കാറ്റ് വീശുന്നതെന്ന് സമർത്ഥിക്കുക. ഭൂമധ്യരേഖ പ്രദേശത്തെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു, അവിടേക്ക് തണുത്ത വായു പ്രവഹിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തേത്, ഏത് താപപ്രേഷണം മൂലമാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്നത്? വികിരണം വഴിയാണ്. കാറ്റ് ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു?
കാറ്റ് താപനിലയെ നിയന്ത്രിക്കുന്നു, മഴയെ നിയന്ത്രിക്കുന്നു. ഇനി നമുക്ക് പ്രവർത്തനം 10 അവസാനത്തെ ചോദ്യമാണ്. യൂണിറ്റ് 10 സുരക്ഷാ ഭക്ഷണത്തിലും എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. മായം ചേർക്കലിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് സൂചകങ്ങൾ വായിച്ചു നോക്കാം. ഭക്ഷ്യവിഷബാധ നിരവധി പേർ ആശുപത്രിയിൽ. ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച 50ഓളം പേരെ ഛർദിയും വയറുവേദനയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴകിയ ഭക്ഷണം നൽകിയതാണ് കാരണമെന്ന് പറയുന്നു. പത്രവാർത്ത വായിച്ചല്ലോ. ഭക്ഷ്യവസ്തുക്കളിലെ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം. ആദ്യത്തെ ചോദ്യം ഇതാണ്. സൂക്ഷ്മജീവികളുടെ വളർച്ച തടയുന്നതിന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒരെണ്ണം ചുവടെ നൽകുന്നു. 2 മാനദണ്ഡങ്ങൾ കൂടി എഴുതുക. അപ്പോൾ ആ ഒരു മാനദണ്ഡം അവിടെ എഴുതിയത് ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാചകം ചെയ്യുക. ഇനി 2 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കുക. രണ്ടാമത് പാകം ചെയ്തതും ചെയ്യാത്തതുമായ തരം തിരിച്ച് സൂക്ഷിക്കുക. ഇനി അടുത്ത ചോദ്യം ബി ചോദ്യം. പാക്കറ്റുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ള ഒരു മാർഗം താഴെ കൊടുത്തിരിക്കുന്നു. മറ്റു മാർഗങ്ങൾ കൂടി എഴുതുക. ഒന്നാമത്തേത് വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ടുണ്ട്. 2 എണ്ണം കൂടി എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തേത് മാർക്കറ്റിൽ മത്സ്യം സൂക്ഷിക്കുന്ന ഐസ് വേഗത്തിൽ ഘനീഭവിക്കുന്നതിന് താഴ്ന്ന താപനില ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേര് അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.